ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോളും ഷുഗറൊക്കെ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇനി പൊട്ടറ്റോ ബാജിക്കറിയോട് നിങ്ങൾ ബൈ ബൈ പറഞ്ഞോളൂ. പകരം ഇതുപോലൊരു സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നല്ലൊരു കറിയെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു കറിയെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് പോഷകങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതുമാണ്. മധുരക്കിഴങ്ങിനെ കഴിക്കാനായിട്ട് മധുരമാണെങ്കിലും ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു കിഴങ്ങ് വൈറ്റമിൻ സിയുടെ കലവറ തന്നെയാണ്. അതുപോലെ ധാരാളം നാരുകൾ കൂടെ അടങ്ങിയിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഷുഗറും കൊളസ്ട്രോളും മൂലം കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മധുരക്കിഴങ്ങിനെ നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മറക്കല്ലേ. നിങ്ങളുടെ ഷുഗറിൻ്റെ അളവുകൾ വളരെ കുറച്ച് ശരീരത്തിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ബാജിക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കിഴങ്ങ് കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിഴങ്ങെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോരെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. ഞാനിവിടെ 1/2 കിലോ അളവിലാണ് കിഴങ്ങെടുത്തിട്ടുള്ളത്. ഈ ഒരു കറിയെ പാകപ്പെടുത്തി എടുക്കുമ്പോഴേക്കും നമുക്കൊരു 8 പ്ലേറ്റിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവുണ്ടാവും. ഇപ്പോൾ തോലെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മധുരക്കിഴങ്ങിനെ ഇതുപോലെ കൊച്ചു പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള മധുരക്കിഴങ്ങിനെ ഒരു കുക്കറിലേക്കാണ് മാറ്റുന്നത്. മധുരക്കിഴങ്ങിന് അധികം വേവൊന്നും തന്നെ ഇല്ലാത്തതാണ്. എങ്കിൽ തന്നെ ഞാനിവിടെ വളരെ എളുപ്പത്തിലാണ് കറിയെ തയ്യാറാക്കാൻ പോകുന്നത്. കുക്കറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വെന്തുവരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടിയിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കണം. 3 വിസിൽ കഴിഞ്ഞ് എയറെല്ലാം പോയി തണുത്ത് വന്നപ്പോൾ കുക്കറിനെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കിഴങ്ങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് കറിയാക്കി തുടങ്ങാം. കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ചുവടുകട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുകും ചേർത്ത് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഉഴുന്നും കടുകും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് പൊടിയായി കട്ട് ചെയ്തതും, ഒരു 6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും, ഒരു സവാള ഒന്ന് ക്യൂബായി കട്ട് ചെയ്തത് കൂടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിനെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാളയെ അധികം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റായിട്ട് വാടിയാൽ മാത്രം മതിയാകും. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽ മുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പച്ചമുളകും ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുവാണ്. പച്ചമുളക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നതിനും നല്ല കൊഴുപ്പ് കിട്ടുന്നതിനുമായിട്ട് 1 സ്പൂൺ അളവിൽ കടലമാവ് കൂടിയാണ് ചേർക്കുന്നത്. കടലമാവ് ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന കിഴങ്ങിനെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കിഴങ്ങും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കിഴങ്ങ് വേവിച്ച കുക്കറിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ കറിക്ക് കുറച്ച് ഉപ്പ് പോരായ്മ തോന്നി, അതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഇനി ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കിഴങ്ങ് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് മല്ലിയില ചേർക്കാവുന്നതാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് കറി ഇവിടെ തയ്യാറാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡായിട്ടുള്ള ചപ്പാത്തി കൂടെ റെഡിയാക്കാം. ഞാനിവിടെ ചപ്പാത്തിക്കൊപ്പമാണ് ഇന്ന് ഈ ഒരു കിഴങ്ങ് കറിയെ സെർവ് ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തിയെ വേവിക്കാനായിട്ട് ചൂടായ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വശം പാകമായി വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇവിടെ നല്ലപോലെ തന്നെ വീർത്ത് പൊങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കെടുത്ത് മാറ്റിയിട്ട് അടുത്തതും വേവിക്കാൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു മധുരക്കിഴങ്ങ് കറി
ഇനി ഷുഗർ പേഷ്യൻസിന് നിങ്ങൾ ഉരുളക്കിഴങ്ങ് കറി കൊടുക്കില്ല എന്ന് പറഞ്ഞ് ആരും ശല്യം പിടിക്കേണ്ട. ഇതുപോലൊരു മധുരക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു കറി തയ്യാറാക്കി കൊടുത്തോളൂ. ചപ്പാത്തിക്കും പൂരിക്കും പുട്ടിനൊക്കെ കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് കറി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഡയബറ്റിക് പേഷ്യൻസിന് ഉരുളക്കിഴങ്ങിനെ ഇനി പേടിക്കാതെ തന്നെ ഇതുപോലൊരു കറിയെ കൂട്ടി കഴിക്കാവുന്നതുമാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും കണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു വരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു വരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെയും നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ ഓടി വെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.